ജൂലൈ 4 വെള്ളിയാഴ്ച. മത്തായി 9 മുതൽ 13 വരെ വാക്യങ്ങൾ. ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടതിന് ശേഷം ഒരു മനുഷ്യൻ കണ്ണുനീർ വാർത്തു മുട്ടുകുത്തി ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിച്ചു: കർത്താവേ, നിന്നോട് പാപം ചെയ്യുവാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൻ ഒരു ശബ്ദം കേട്ടു: എൻ്റെ മകനെ, നീ എന്നോട് പാപം ചെയ്യരുതേ എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ എല്ലാ മക്കൾക്കും ഞാൻ ആ അപേക്ഷ സാധിച്ചു കൊടുത്താൽ എനിക്ക് എങ്ങനെ അവരോട് എൻ്റെ കരുണ കാണിക്കാൻ കഴിയും? നമ്മളെല്ലാവരും പാപികളാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ എത്ര നല്ലവരായാലും നമ്മൾ എല്ലാവരും ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു: ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ വിളിക്കാനാണ് വന്നത് എന്ന്. ഇന്നത്തെ സുവിശേഷ വായന ചുങ്കക്കാരനായ മത്തായിയുടെ ദൈവവിളിയെക്കുറിച്ചാണ്. മത്തായിയുടെ കസ്റ്റം പോസ്റ്റിലൂടെ നടക്കുമ്പോൾ യേശു അവനെ കണ്ടു. യേശു മത്തായിയോട് എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. പിന്നെ മത്തായി യേശുവിനെയും ശിഷ്യന്മാരെയും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. നിരവധി ചുങ്കക്കാരെയും പാപികളെയും മത്തായി ക്ഷണിച്ചിരുന്നു. അവർ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും നടുവിലിരുന്നു. ഫരിസേയർ ഇത് കണ്ടപ്പോൾ അസ്വസ്ഥരായി. യേശുവിൻ്റെ ശിഷ്യന്മാരോട് അവർ ചോദിച്ചു: നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? ശിഷ്യന്മാർക്ക് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവസരം ലഭിച്ചില്ല. യേശു ആ ചോദ്യം കേട്ടിട്ട് പറഞ്ഞു: രോഗികൾക്കാണ് വൈദ്യനെ വേണ്ടത്, സുഖമുള്ളവർക്കല്ല. നിങ്ങൾ പോയി ബലിയല്ല, കരുണയാണ് എനിക്ക് വേണ്ടത് എന്ന വാക്കുകളുടെ അർത്ഥം പഠിക്കൂ. യേശു തുടർന്നു: ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിക്കാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു നമ്മെ ഓരോരുത്തരെയും തന്നെ അനുഗമിക്കാൻ വിളിക്കുന്നു. സന്തോഷവും കരുണയും നിറഞ്ഞ ഹൃദയത്തോടെ നാം അവനെ അനുഗമിക്കുമോ? ഇന്നത്തെ ലോകത്തിന് സന്തോഷവും കരുണയും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നാം നമ്മുടെ സന്തോഷവും കരുണയും മറ്റുള്ളവരുമായി പങ്കുവെച്ചാൽ ആ സന്തോഷവും കരുണയും നമ്മിലേക്ക് തന്നെ 100 മടങ്ങ് തിരിച്ചു വരുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.